ഹലോ, എല്ലാവർക്കും ഹാപ്പി സൺഡേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ചൂട് കാരണം വയ്യ. 2 ദിവസമായിട്ട് മഴയില്ല. ആ മഴയോ അങ്ങനൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്കിവിടെ ചൂട് സമയമാണ്. പിന്നെ ഈ മഴ വരുന്ന ഒരാശ്വാസം. പക്ഷേ ഈ പ്രാവശ്യം മഴ അങ്ങനെ പെയ്തിട്ടേ ഇല്ല. ഒരു 2-3 മഴയൊക്കെ എനിക്ക് തോന്നുന്നു പെയ്തുള്ളൂ നല്ല നല്ല രീതിയിൽ. പക്ഷേ നല്ല ചൂടായി 2 ദിവസമായിട്ട്. എന്താ പറയുക, എന്ത് നീറായി. ഇനിയിപ്പോൾ ഇരിക്കാൻ പറ്റില്ല. മഴ വരുന്നിടം വരെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ അലക്കും പറക്കും ഒക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കി. എല്ലാം സൺഡേ അല്ലേ, എല്ലാം മാറ്റി. അങ്ങനെ സൺഡേ എന്നൊന്നും ഇല്ല കേട്ടോ. അഴുക്കാവുന്നതനുസരിച്ച് 2-3 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അവരെപ്പോഴും ചവിട്ടി തേച്ചു. അല്ലെങ്കിൽ നമ്മൾ വലിയവർ മാത്രമുള്ളതാണ് ആഴ്ച ഒരു ദിവസമൊക്കെ കഴിയാൻ മതി. ഇച്ചിരി ചോറ് വെക്കണം, കറി വയ്ക്കണം. അപ്പം ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. മോൻ ഭയങ്കര ബഹളമാണ്. കുഞ്ഞ് അവന് ബഹളമെന്ന് പറയാൻ കരച്ചിലൊന്നുമല്ല, അവൻ കിടന്നങ്ങ് ഒച്ച വയ്ക്കുക. നമുക്കധികം സൗകര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ വീടും വേറൊരു റൂമിൽ അടച്ചിരിക്കുക അങ്ങനൊന്നുമില്ലല്ലോ. ചെറിയ വീടല്ലേ. അപ്പം ഒന്നാമത് ഒരു റൂമും ഒരു ഹാളും കിച്ചനും ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ മിക്ക വീഡിയോകൾക്കും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഒന്ന് റോഡ് സൈഡ് വണ്ടികൾ പോവും, പിന്നെ കുഞ്ഞ് ടി വി വെച്ചിരുന്ന് കാണും. ആ സമയത്തൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പം ടി വി ഒക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ, കോപ്പി റൈറ്റ് സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ മുഖ്യ കാരണം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, മീനിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രഷ് മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ മീൻ മേടിക്കാനായിട്ട് പോകുന്നില്ല. ചെറിയ മോനായിരുന്നു നിർബന്ധം. അവന് മീനുണ്ടെങ്കിലേ അവൻ ചോറ് തിന്നുന്ന ഒരു ഇതായിരുന്നു, ചോറ് തിന്നത്തോളായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ കുറേശ്ശെ മാറ്റിയെടുത്തു. ഇപ്പം അങ്ങനെ അവന് മീൻ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ അതുകൊണ്ടങ്ങ് എപ്പോഴും അങ്ങ് മീനിനായിട്ടങ്ങ് പോകാറില്ല. അപ്പം ഫ്രഷ് മീൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ മീനിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഇതൊന്നുമില്ല. അപ്പം ചിക്കൻ മേടിക്കും, ഇടയ്ക്ക് ചിക്കൻ മേടിക്കും. അങ്ങനെ ഇന്നലെ ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ വാങ്ങിയായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി. അതിൻ്റെ കുറച്ച് ചിക്കൻ കറി രാവിലെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ ചപ്പാത്തിക്ക് ചിക്കൻ കറിയൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തേ, അപ്പോൾ ഇന്ന് മീനും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു കൂമ്പ് കിട്ടിയേ. അപ്പം നമുക്ക് കൂമ്പൊക്കെ കിട്ടുന്നത് അപൂർവമാണ്. കൂമ്പൊന്നും അങ്ങനെ കിട്ടാറില്ല. നാട്ടിൽ പോകുമ്പോഴൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴങ്ങനെ കൊണ്ടുവന്നൊക്കെയാണ് നമ്മൾ വാങ്ങാറ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടാറ്. വാങ്ങാറല്ല, കിട്ടാറ്. ഇവിടെ മാർക്കറ്റിലൊന്നും അങ്ങനെ കൂമ്പ് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം കൂമ്പെന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണല്ലോ. എല്ലാ രീതിയിലും നല്ല എന്താ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പം ഞാൻ ഓർത്തിരുന്നു കൂമ്പ് കറി വയ്ക്കാമെന്ന്. അപ്പം കൂമ്പും പയറും എല്ലാം കൂടിയിട്ട് തോരൻ വയ്ക്കാമെന്ന് ഓർത്ത് തോരനും വെച്ച് മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാം നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ സമയത്തിൻ്റെ ഇത് വെച്ച്, കാരണം ഉച്ചയ്ക്ക് അപ്പൂസ് കഴിക്കാൻ വരുന്ന ഇതുപോലെ ഇരിക്കും. കാരണം പുള്ളി നേരത്തെ വരുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി, അതാണ്. അല്ലാതെ നമ്മൾ എന്നും 2-3 കറി അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ സമയം അനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. പുള്ളിക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, ഇന്നത് വേണം, അല്ലെ കുറേ കറികൾ വേണം, മീൻ വേണം, അല്ലെ ഇന്ന് ഇറച്ചി തന്നെ വേണം, അങ്ങനൊന്നുമുള്ള ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് കൂമ്പ് തോരനൊക്കെ വയ്ക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കലാപരിപാടിയിലോട്ട് കടന്നേ. അതായത് അടുക്കളയിലോട്ട് വന്നു. ഞാൻ ആദ്യമേ കുറച്ച് ഉരുളിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേ. അത് വേറൊന്നിനുമല്ല, അരി അടപ്പയിടാനാണ്. അപ്പം ഞാൻ 2-3 വെള്ളത്തിൽ, അല്ലാത്ത സാധാ പച്ചവെള്ളത്തിൽ അരി കഴുകും. അതിന് ശേഷം ഞാൻ ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ലാസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. രാവിലെ അലക്കും അങ്ങനെയുള്ള പരിപാടിയിലോട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പോയത് കാരണം ചോറും കറിയൊക്കെ വയ്ക്കാൻ കുറച്ച് ലേറ്റായി. ഇപ്പം തന്നെ സമയം ഏകദേശം 11:30 കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വെക്കും. ഇനി എപ്പോൾ അപ്പൂസ് വരുമെന്ന്. അപ്പൂസിനെ 12 മണി കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ഉണ്ണാനായിട്ട് വരും. എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം നമുക്ക്. അതുകൊണ്ട്
പിന്നെ എനിക്കൊരാശ്വാസം എന്ന് പറഞ്ഞാൽ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, അതാണ് ഒരാശ്വാസം. പിന്നെ കൂമ്പ് കിട്ടിയപ്പോൾ പെട്ടെന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അരി കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ചൂടുവെള്ളം നന്നായിട്ട് ചൂടായിപ്പോയി. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കത്തേ ഉള്ളേ. അപ്പോൾ ഇന്ന് ഇച്ചിരി ചൂട് കൂടിപ്പോയി. അപ്പോൾ അരിയൊക്കെ കഴുകി അടപ്പിലോട്ടിടാം. പിന്നെ ഞാൻ കൂമ്പ് തോരൻ വെക്കുന്നത് കൂമ്പ് മാത്രമായിട്ടല്ലേ, ഞാൻ ഓർത്ത് കുറച്ച് ചെറുപയറും കൂടെ അതിനകത്ത് ഇടാം, അന്നേരം നല്ലൊരു ടേസ്റ്റാണല്ലോ. ചെറുപയറിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ കൂമ്പ് തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇതല്ല. ചെറുപയറും കൂടെ ഇടുമ്പോൾ നല്ലൊരു ഇതാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ചെറുപയറും കൂടെ കഴുകി ചെറിയ കുക്കറിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അപ്പൂസ് കഴിക്കാനായിട്ട് വന്നു. പിന്നെ 1.5 മണിക്കൂറുള്ളത് കാരണം അപ്പോഴത്തേക്കാവും. പെട്ടെന്ന് കുക്കറിലായതുകൊണ്ട് അരിയടപ്പിട്ടേക്കുന്നത് ആയതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. പിന്നെ ഞാൻ ചെറുപയറൊക്കെ എടുത്തു. ചെറുപയറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം എടുക്കുകയും ചെയ്തു. എന്നിട്ടത് ടിന്നിനകത്തൊന്നും ഇട്ട് വെക്കാനൊന്നും പറ്റിയില്ല, അവിടോട്ട് തന്നെ അങ്ങ് വെച്ചു. അപ്പോൾ കുറച്ച് ചെറുപയറൊക്കെ എടുത്ത് കഴുകി കുക്കറിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി പയർ കുക്കറിനകത്തോട്ട് വെച്ചതിന് ശേഷം വേണം നമ്മുടെ കൂമ്പിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. അപ്പോൾ ബാക്കി വന്ന ചെറുപയർ ഞാൻ അവിടെ ഇരുന്നൊരു ചെറിയ ടിന്നിനകത്തോട്ട് ഇട്ട് വെച്ചു. ഈ ടിന്നൊന്നും അല്ല കേട്ടോ പയറിടുന്നതൊന്നും, പയറിടുന്നതൊക്കെ വേറെയാണ്. അപ്പം ഇത് കഴുകി വൃത്തിയാക്കി അവിടെ ഇരുന്ന് വരുന്ന. പിന്നെ ഞാൻ പയറാണേലും പരിപ്പാണേലും ഒക്കെ വാങ്ങി നമ്മൾ ഒരു മാസത്തേക്കുള്ള ഇങ്ങനെ ഇട്ട് വയ്ക്കുമല്ലോ. അത് ആ ഒരു മാസം കഴിയുമ്പോൾ തീരുന്ന. ഇപ്പോൾ ഒരു മാസമൊന്നുമില്ല, എപ്പം അത് തീരുന്നു ആ സമയം ഞാനതെടുത്ത് ആ ടിന്നെടുത്ത് കഴുകിയിട്ട് പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് വയ്ക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ അത് കാലിയാവുമ്പം തന്നെ അതിനകത്തിട്ട് വയ്ക്കത്തില്ല, കഴുകിയതിന് ശേഷം മാത്രമേ ഇട്ട് വയ്ക്കത്തുള്ളൂ. അതിപ്പോൾ എന്താണേലും അങ്ങനെ തന്നെയാണ്. അപ്പം അതിന് ശേഷം പയറൊക്കെ കഴുകി അടുപ്പിലോട്ടിടാനായിട്ട് ഞാൻ പയറൊക്കെ കഴുകിയെടുക്കും. അതിനകത്ത് കല്ലൊക്കെ നോക്കണം, കല്ലൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഇടയ്ക്ക് അവരോട് വർത്തമാനവും പറയുന്നുണ്ട്. കാരണം മോൻ വന്ന് വർത്തമാനം പറയുന്നുണ്ട്, അപ്പൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവരോടും വർത്തമാനം പറയണമല്ലോ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പറയുക. അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പയറും കഴിവാരിയൊക്കെ ഇടുന്നുണ്ട്. പയർ എനിക്കിന്ന് നന്നായിട്ട് ഈ ദിവസം നല്ല ജോലി ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എനിക്ക് കുരുമുളക് ഒന്ന് നോക്കണം. ഞാൻ നാട്ടിൽ നിന്ന് നേരത്തെ കൊണ്ടുവന്ന കുരുമുളകാണ്. ഞാൻ അത് ആദ്യമേ കൊണ്ടുവരുമ്പോഴേ കഴുകിയൊന്ന് ഉണക്കുന്നതാണ്. പക്ഷേ ഉണക്കി വെച്ച് കഴിഞ്ഞിട്ടും ഉണക്കി വെച്ചിട്ട് പിന്നീട് ഞാനിപ്പോൾ എടുത്തപ്പോഴും ചെറുതായിട്ടൊരു പൂപ്പൽ പോലെ എനിക്ക് തോന്നി. അപ്പം നമുക്ക് കുരുമുളകല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിൽ എടുത്ത് കളയാമെന്ന് വിചാരിക്കാം. പക്ഷെ കുരുമുളകിൻ്റെയൊക്കെ വില അതുപോലല്ലേ. അപ്പം അതൊന്ന് ക്ലിയറാക്കി എടുക്കണം. അപ്പം ഞാനിപ്പം എന്തായാലും ചെറുപയറൊക്കെ കുക്കറിൽ വേവാനായിട്ട് വെക്കട്ടെ. അത് അടപ്പ് വെച്ചതിന് ശേഷം കൂമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കൂമ്പിൻ്റെ അരിഞ്ഞ് അതൊക്കെ ഒന്ന് എടുക്കണം. സത്യം പറഞ്ഞാൽ ചൂട് കൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. മഴ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മഴ അങ്ങ് മഴ കുറഞ്ഞു എന്ന് പറയാൻ, മഴ ഇവിടെ പെയ്തില്ല ഈ വർഷം. എനിക്കറിയില്ല എന്താണെന്ന്. ഇനി അടുത്ത മാസമൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. മഴയെ പെയ്തില്ല ശരിക്ക്, അതിൻ്റേതായ ചൂടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂമ്പൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. എൻ്റെ കൂമ്പ് കണ്ടോ, അത്യാവശ്യം നല്ലൊരു വലിയൊരു കൂമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻ്റെ പണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പോൾ അമ്മയൊക്കെ പറയുമായിരുന്നു, കൂമ്പ് കൂടുതൽ പൊളിച്ച് കളഞ്ഞ ഉള്ളിലോട്ടൊന്നും ഇല്ലല്ലോ. എന്നാലും ഞാൻ കുറേയൊക്കെ പൊളിച്ചെടുത്ത് കേട്ടോ. അതിൻ്റെ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കുറേയൊക്കെ പൊളിച്ച് മാറ്റി എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടേ നിൽക്കുക. എന്തൊക്കെയോ പറഞ്ഞു തന്നൊന്നും എനിക്ക് ഒരിതുമില്ല, എന്തൊക്കെയോ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ കറയൊക്കെ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് പണി കിട്ടും. വാഴക്കയുടെയും ഇങ്ങനെ കൂമ്പിൻ്റെയൊക്കെ കറ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ തുണി ഒന്നിനും കൊള്ളത്തില്ല. അപ്പം അത് ചെറുതായിട്ടൊന്ന് മുട്ടിയായിരുന്നു കണ്ടോ. പൊളിച്ച് വരുമ്പോൾ കണ്ടോ, പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. വലിയൊരു കൂമ്പായിരുന്നു, അത് പൊളിച്ച് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച് ഞാൻ. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാവേ. അപ്പോൾ ചിലർ കൂമ്പ് അരിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ വെള്ളത്തിനകത്ത് അരിഞ്ഞിടുവേ. പക്ഷെ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ ഗുണമെല്ലാം പോവുമല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. കഴുകിയെടുത്തിട്ട് അങ്ങനെ അരിഞ്ഞങ്ങ് എടുക്കുക ചെയ്യാറ്. അല്ലാതെ പിന്നെ വെള്ളത്തിലൊന്നും അരിഞ്ഞിടാറില്ല. ഞാൻ കുറേ പേരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ ഗുണം അങ്ങ് പോകും. നമ്മൾ ഈ കായൊക്കെ വാഴക്കയൊക്കെ അരിഞ്ഞിടുന്നത് പോലെ. കൂമ്പ് അങ്ങനെയല്ലല്ലോ, ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ആ മണ്ടയിലത്തെ തൊണ്ടൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കുറേയൊക്കെ
പറിച്ച് കളഞ്ഞ് ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുവേ. ഇനി അതൊന്ന് അരിയട്ടെ. അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് ഒരുമാതിരി കറയുണ്ടാവുമല്ലോ, ആ കറ പോകാനായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ കയ്യിലൊഴിച്ച് അതിങ്ങനെ തിരുമ്മി, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്നാലും ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ചെയ്യുന്നത് കണ്ട് പണ്ടൊന്നും ഒരു പണിയും ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് വേറൊരു സത്യം. പണ്ടെന്ന് പറയാൻ എന്താ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ആണ് പണികളെന്ന് പറഞ്ഞാൽ പാചക പരിപാടികൾ എന്നാലും ചെയ്യുമായിരുന്നു പണ്ട്. എന്താ പറയുക, ഉള്ളിത്തീയൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അല്ലാതെ നമുക്ക് കൂടുതൽ ഈ തോരൻ അങ്ങനെയുള്ള ഐറ്റമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും എല്ലാം പഠിച്ചെടുത്ത് ആരോട് ചോദിച്ചൊന്നുമല്ല, ഓരോന്ന് വീട്ടിൽ ചെയ്തിട്ടുള്ളതും പിന്നെ അല്ലാതൊക്കെ ഇങ്ങനെ, പിന്നെ നമ്മുടെ യൂട്യൂബ് ആയിരുന്നല്ലോ, യൂട്യൂബ് ഉള്ളതൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ പഠിച്ചു. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാവേ. ഇനി അപ്പം ഞാൻ കൂമ്പൊക്കെ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട്, ഞാൻ വെളിച്ചെണ്ണയൊന്നുമല്ല സാധാ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തത്. വെളിച്ചെണ്ണയുടെ വില കേട്ടാൽ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാൻ തോന്നുന്നില്ല. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയുടെ തേങ്ങയുടെയൊക്കെ വില അറിഞ്ഞാൽ എൻ്റെ ദൈവമേ എന്ത് വിലയാണ്. അപ്പം ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ അതിനകത്തോട്ട് കൂമ്പിനകത്തോട്ട് തന്നെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു ഒന്ന് ഇളക്കി നന്നായിട്ട് ഉരുട്ടി കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മി കുറച്ച് പണിയുണ്ട്. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തിരുമ്മി നന്നായിട്ട് അതിൻ്റെ അരക്ക് ചക്കയ്ക്കാണല്ലോ, അരക്കല്ല, അതിൻ്റെ ആ കറയെല്ലാം നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഒരു ഉരുള പോലെ ഇങ്ങനെ വരും, കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ ഏകദേശം തിരുമ്മി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പണിതു അതിനകത്ത്. കണ്ടോ, തിരുമ്മി അങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ ഒരുമാതിരി ബോള് പോലെ ഇങ്ങനെ അതിൻ്റെ കറയെല്ലാം കൂടെ ഇങ്ങനെ കിട്ടുവേ. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തോരൻ വെച്ച് കഴിക്കുമ്പോൾ അതൊരുമാതിരി കറ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ കറ ഇങ്ങനെ കടിക്കും. കണ്ടോ, അതുപോലെ അത്രയും ഒരു ബോള് പോലെ അങ്ങനെ ആ കറയൊക്കെ ഇങ്ങനെ കിട്ടി. അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി അവിടെ മാറ്റി, എണ്ണ ഒഴിച്ച് ഇളക്കി അതൊക്കെ മാറ്റി അവിടെ വെച്ച്. അതിന് ശേഷം ഞാൻ തോരൻ വെക്കാനായിട്ട് തേങ്ങ തിരുമ്മിയെടുത്ത് തേങ്ങയ്ക്കകത്തോട്ട് തേങ്ങയും പിന്നെ 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാവേ. ഒന്ന് ചതച്ചൊതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒതുക്കിയെടുത്തു. തേങ്ങയൊക്കെ മിക്സിയിലിട്ടൊന്ന് കറക്കി ഒതുക്കിയെടുത്ത്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഒരു സവോള എടുത്തിട്ട് അതിൻ്റെ പകുതി ഒന്ന് അരിഞ്ഞെടുക്കണമേ. തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സവോളയാണ് എടുക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് വെച്ചു, തീയൊക്കെ കത്തിച്ചൊന്ന് ചൂടാവാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഇച്ചിരി ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാവേ. അതൊന്ന് കടുക് താളിക്കുമ്പോൾ അതിനകത്തോട്ടിടാനാണ്. അങ്ങനെ ഞാനൊരു ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ചട്ടി അവിടെ ഇരുന്ന് ചൂടാവുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ അരിയുന്ന ഉള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കർ തുറന്ന് നോക്കിയേ. അപ്പോൾ ചോറ് ഞാൻ ആദ്യം ഒന്ന് വെള്ളമൊഴിച്ച് ഒരു വിസിൽ വരുന്ന ആ ഒരു പരുവാകുമ്പോൾ, വിസിലടിക്കത്തില്ല, ഇങ്ങനെ ഇരച്ച് വരുന്ന സമയമാകുമ്പോൾ ഞാൻ നിർത്തി. അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും കൂടെ കുറച്ച് വെള്ളവും ഒഴിച്ചു, ഒരു തിളയും കൂടെ തിളപ്പിച്ച് പിന്നെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ കത്തിക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ചട്ടി വെച്ചിരുന്നതൊക്കെ ചൂടായി കേട്ടോ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, കടുകൊക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സബോളയൊക്കെ ഇട്ട് ഇളക്കി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൂമ്പ് തട്ടിയിട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ആ കടുകിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാവേ. ഒന്ന് അടച്ച് വെച്ചാൽ ഒന്ന് വാടി വരട്ടെ. വാടി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. അപ്പം
അത് ചെറുതായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടപ്പൊക്കെ മാറ്റി നമ്മുടെ അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേ. അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാമെന്നേ ഉള്ളൂ, വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തത്തിപ്പൊത്തി ഇങ്ങനെ മൂടി വെച്ച് എന്നിട്ട് ഞാൻ അതിൻ്റെ അടപ്പെടുത്ത് അടച്ചൊരു ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ചെറു തീയിലിട്ട് വേവിക്കുവേ. അപ്പം ഞാൻ പയറൊക്കെ ഇങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. പയറൊക്കെ കുക്കറിലിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ആ പയറും കൂടി ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലേ. അങ്ങനെ പയറും കൂടെ തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ അടപ്പേ വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ കൂമ്പ് തോരനൊക്കെ റെഡിയായേ. അപ്പോൾ കൂമ്പ് തോരനും മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ചോറ് കുക്കറിൽ അങ്ങനെ ഏറി പോയിട്ടില്ല. അത് കഴിഞ്ഞ് ചോറും കൂടെ ഊറ്റിയെടുത്തിട്ടാണ് നമ്മുടെ പരിപാടി ഏകദേശമായി. ഇനി എനിക്ക് പപ്പടവും കൂടെ ഒന്ന് കാച്ചണമേ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ കുരുമുളകിൻ്റെ പണിയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുരുമുളകൊക്കെ ഒന്ന് തട്ടിയിട്ട്, ഇത്രയും കുരുമുളകുണ്ട്, നമുക്ക് കളയാൻ പറ്റുമോ ഇത്രയും കുരുമുളക്? ഇപ്പോഴത്തെ വിലയൊക്കെ ഓർത്ത് കഴിഞ്ഞ് ഇപ്പോഴും നല്ല കുരുമുളകിന് നന്നായിട്ട് വിലയുണ്ട്, നല്ല വില തന്നെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പാറ്റിയിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്നായിട്ട് ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പൊടി അഴുക്കും കണ്ടോ. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ നുള്ളിപ്പെറുക്കി എടുക്കുമായിരുന്നേ. നുള്ളിപ്പെറുക്കി എടുത്തതിന് ശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ചൂടാകുന്ന തിളക്കിയൊന്നും വേണ്ട, എന്നാൽ ചെറിയൊരു ചൂട് ഉണ്ടാവണം, നമുക്ക് കൈ ഇടാൻ പറ്റുന്നത് പോലെ. പക്ഷേ ഞാൻ എടുത്ത വെള്ളം കുറച്ച് ചൂടായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൈ ഇടാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ചൂട് പോലെ തോന്നി. എന്നിട്ട് ഞാൻ കൈയൊക്കെ ഇട്ടൊന്ന് കറക്കി എടുത്തു. അങ്ങനെ ഞാൻ 2 വെള്ളത്തിനായിട്ടാണ് കുരുമുളക് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ആദ്യത്തെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൈയിട്ട് കറക്കിയിട്ട് ഞാനൊരു കിഴുത്തയുള്ളൊരു പാത്രത്തിനകത്തോട്ട് അത് വാരി വെക്കാമെന്ന് ഓർത്തു. പിന്നെ നമ്മൾ കൈയിട്ട് ഇളക്കുമ്പോഴേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അഴുക്ക് പോകണമല്ലോ. ഇത് തിരുമ്മുമ്പോൾ നല്ല ശക്തിക്കിട്ട് തിരുമ്മണമെന്നല്ല പറഞ്ഞാൽ നമ്മുടെ ബലം എല്ലാം കൊടുത്ത് തിരുമ്മിക്കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഗുണം ഉണ്ടാകത്തില്ലല്ലോ, കുരുമുളകിന് പിന്നെ ഗുണമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ ആദ്യത്തെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കഴുകി അങ്ങനെ ഞാൻ വാരി, രണ്ടാമത്തെ വെള്ളത്തിൽ ഞാൻ കഴുകി വാരിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തു. തിരുമ്മൽ കണ്ടാൽ തോന്നും നല്ല ബലം കൊടുത്താൽ ഞാൻ തിരുമ്മുന്നതെന്നല്ല കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുത്ത് ഒന്ന് കഴുകി 2 വെള്ളത്തിൽ കഴുകി എടുത്ത് കിഴത്തിയുള്ള പാത്രത്തിലോട്ട് വാരി വെച്ചു. ഇനിയിപ്പോൾ ഇത് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കി കഴിഞ്ഞിട്ട് 2 ദിവസം 2 വെയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട്, 2 വെയിലെന്നല്ല, നമ്മൾ ഈ എടുക്കുമ്പോൾ കിലുകിലാ കേൾക്കത്തില്ലേ, നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണ ഒഴിച്ച് തിരുമ്മി ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണക്കും. അതായത് ഇതെനിക്ക് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ, എനിക്കൊരു ചേച്ചിക്കുട്ടി പറഞ്ഞു തന്നതാണ്. നല്ലെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ. നല്ലെണ്ണ ഒഴിച്ച് തിരുമ്മിയിട്ട് നമ്മൾ ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ചൂടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ കേടാവാതെ ഇരുന്നോളൂ. അപ്പം ഞാൻ ഓർത്ത് ഇപ്രാവശ്യം ഞാനും കൂടെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ കുരുമുളകൊക്കെ കഴുകിയെടുത്ത് മേളിൽ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഞാൻ പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ചോറുണ്ടില്ല. അപ്പോൾ കുരുമുളകൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചു. തുണിയൊക്കെ രാവിലെ അലക്കിയിട്ടതൊക്കെ ഉണങ്ങി. ഇനി അതൊക്കെ പെറുക്കണം. കുരുമുളക് അവിടെ നിന്ന് ഉണങ്ങട്ടെ, അതിന് വൈകിട്ടേ എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയുള്ള കൂമ്പ് തോരനും കുരുമുളക് ഉണക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി തുണിയൊക്കെ ഉണങ്ങി കിടക്കുകയാണേ. അപ്പോൾ ഇനി തുണിയൊക്കെ എടുത്ത് താഴെ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.